ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പാലക്കാട് താമസമാക്കിയിരിക്കുന്ന റൂബിയുടെ മനോഹരമായിട്ടുള്ള ഗാർഡൻ കാഴ്ചകളാണ്. അതോടൊപ്പം തന്നെ ചെടികളുടെ മഴക്കാല സംരക്ഷണത്തെക്കുറിച്ചും നമുക്ക് നോക്കാം. റൂബിയുടെ ഗാർഡനിലേക്ക് ആദ്യം കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണ് പെറ്റൂണിയ പ്ലാന്റ്സ്. മഴക്കാലത്ത് വളരെ ഏറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ്. മഴക്കാലം അടുക്കുമ്പോഴത്തേക്ക് കൂടുതൽ പെറ്റൂണിയം റൂബി ഷെയ്ഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. റൂബി വന്നിട്ട് പെറ്റൂണിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കട്ടിങ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇളം തണ്ടാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ഒരു 6 ഇല താഴെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം പോട്ടിംഗ് മിക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് മണ്ണ്, മണൽ, വെർമി കമ്പോസ്റ്റ്, കുറച്ച് ചാണകപ്പൊടിയും കൂടെ കൊടുക്കാം. പക്ഷേ മഴക്കാലത്ത് വളങ്ങളൊന്നും തന്നെ കൊടുക്കാൻ നോക്കരുത്. ഈ കട്ടിങ്സ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഒരു പോട്ടിൽ തന്നെ 6-7 കട്ടിങ്സ് വെക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് അത് വളർന്നു വരുന്നത് കാണാൻ സാധിക്കും. പ്ലാന്റ് നഴ്സറിയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പോട്ടിംഗ് മിക്സ് ഒന്ന് നോക്കുക. കുറച്ച് ക്ലേ രൂപത്തിൽ, ഒരു കളിമണ്ണ് ആ ഒരു രൂപത്തിലാണ് പോട്ടിംഗ് മിക്സ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം മഴക്കാലം വരുമ്പോഴത്തേക്ക് വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ പെറ്റൂണിയ പ്ലാന്റ്സിന് വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. നിറയെ പൂക്കൾ ഉണ്ടാക്കാനുള്ള ടിപ്സ് എന്ന് പറയുന്നത് കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടുത്ത ദിവസം അതൊന്ന് പുളിപ്പിക്കാൻ വെക്കുക. അടുത്ത ദിവസം അതിൻ്റെ തെളിയെടുക്കുക. അതിന് ശേഷം നിറയെ വെള്ളം ഒഴിച്ച് അത് ഡൈല്യൂട്ട് ആക്കിയതിന് ശേഷം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ മഴക്കാലത്ത് കൂടുതലും നല്ലത് ഒരു ഫംഗിസൈഡും കൂടെ കൊടുക്കുന്നത് നല്ലതാണ്. തുടർച്ചയായിട്ടുള്ള മഴയുടെ സമയത്ത് ഈ ഒരു പ്ലാന്റ് വെളിയിലിരിക്കുവാണെങ്കിൽ വേഗം ചീത്തയാവുന്ന കാണാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്ന് ഇതിൻ്റെ റൂട്ട്സ് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്നത് കാണാൻ സാധിക്കും. റൂബിയുടെ കുട്ടിക്കാലത്ത് ഒരുപാട് ചെടികൾ വീട്ടിലുണ്ടായിരുന്നു. അച്ഛമ്മയാണ് ചെടികളെല്ലാം നോക്കിയിരുന്നത്. ഒരുപാട് പൂച്ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അടുക്കും ചിട്ടയോടുകൂടിയൊന്നും അല്ലായിരുന്നു ഗാർഡനൊക്കെ. എന്നിരുന്നാൽ തന്നെയും റൂബിക്ക് ചെടികളോടുള്ള ഒരു പാഷൻ പണ്ടേ ഉണ്ടായിരുന്നു. ഇപ്പം വളരെ അടുത്താണ് റൂബി ചെടികൾ വളർത്താൻ തുടങ്ങിയത്. ഓരോ ചെടികൾ വളർത്തുമ്പോഴും അതിൻ്റെ പോട്ടിംഗ് മിക്സും എല്ലാം ശ്രദ്ധയോടെ നോക്കും. റൂബി മഴക്കാലം അടുത്തപ്പോഴത്തേക്ക് ചെടികളെല്ലാം 3 വരിയുള്ള സ്റ്റാൻഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 3 തട്ടായിട്ടാണ് വെച്ചിരിക്കുന്നത്. അഗ്ലോണിമയുടെ തന്നെ ഒരു വലിയ കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. മഴക്കാലത്ത് 3 തട്ടായിട്ട് ചെടികൾ വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, എഡ്ജസിലുള്ള ഭാഗത്ത് കൂടുതൽ മഴവെള്ളം വീഴുകയും അകത്തുള്ള ചെടികൾക്ക് അധികം മഴവെള്ളം വീഴാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ചെടികൾ ഉണങ്ങാൻ തുടങ്ങും. അപ്പം അകത്തുള്ള ചെടികൾക്കും വേണ്ട വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കണം. റൂബി മഴക്കാലത്ത് ചെയ്യുന്ന വേറൊരു കാര്യം, നമ്മളുടെ ഒക്കെ പോട്ടുകളിൽ വേനൽ സമയത്ത് നമ്മൾ അതിൻ്റെ താഴെയായിട്ടൊരു പ്ലേറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ബേസ് പോലെ നമ്മൾ കൊടുക്കാറുണ്ട്. അത് ശരിക്കും നമ്മൾ വെള്ളം ചെടിച്ചട്ടിയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അധികം വന്നു കഴിഞ്ഞാൽ ആ ഒരു ബേസിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു പ്ലേറ്റിൻ്റെ അകത്ത് വന്ന് നിറയുമായിരുന്നു. ചെടികൾക്ക് അതൊരു നനവും ഒക്കെ ഈർപ്പവും ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷെ മഴക്കാലത്ത് അങ്ങനെയല്ല. മഴക്കാലത്ത് ഈ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ കൊതുകുകൾ പെരുകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ മലേറിയ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ബേസുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലേറ്റുകൾ നമ്മൾ എടുത്തു മാറ്റുന്നതാണ് നല്ലത്. മഴക്കാലത്ത് ചെടിച്ചട്ടികൾ അകലം പാലിച്ചുകൊണ്ട് തന്നെ വെക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ചെടികൾ രാവിലെ ഒന്ന് നോക്കാനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇലകൾ വാടി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളതങ്ങ് എടുക്കാൻ കൈയിടുന്ന സമയത്തായിരിക്കാം ഇഴജന്തുക്കൾ നമ്മളെ കടിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്. അതുപോലെ തന്നെ ചില ചെടികൾക്ക് പ്രൂണിങ് അത്യാവശ്യമാണ്. അപ്പം മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രൂൺ ചെയ്യേണ്ട ചില ചെടികളുണ്ട്. എന്നാൽ മാത്രമേ മഴക്കാലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പുതിയ പുതിയ തളിരുകളെല്ലാം വരുള്ളൂ, പുതിയ ബ്രാഞ്ചസും ഒക്കെ ഉണ്ടാവുകയുള്ളൂ.
അപ്പം ചില ചെടികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ കണ്ട പെറ്റൂണിയ ഒരുപാട് അങ്ങ് വളർന്ന് നിന്ന് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അഗ്ലോണിമ കലാത്തിയ പോലുള്ള ഫോളിയേജ് പ്ലാന്റ്സിന് വന്നിട്ട് റൂബി കൊടുക്കുന്ന ഗ്രീൻ കെയർ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ NPK 19 കൊടുക്കാറുണ്ട്. അതുപോലെ കുറച്ച് വെർമി കമ്പോസ്റ്റ് അങ്ങനെ. പക്ഷേ മഴക്കാലത്ത് കഴിവതും ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കാതെയാണ് നോക്കുന്നത്. മഴക്കാലം വരുമ്പോഴത്തേക്ക് 10 മണി ചെടികൾ നമ്മൾ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് ചീത്തയായി പോവും. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ശിഖരങ്ങൾ ഒടിച്ചിട്ട് നമുക്ക് വേറൊരു പോട്ടിലേക്ക് മാറ്റി വെക്കുക. അടുത്ത ഒരു സീസണിന് വേണ്ടിയിട്ട് നമ്മളത് സംരക്ഷിക്കുക. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗാർഡൻ ടൂറായിരുന്നു. പലതരത്തിലുള്ള സ്റ്റാൻഡുകൾ ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നതിനെ കുറിച്ചായിരുന്നു. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഇനി നമുക്ക് റൂബിയുടെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് കാണാം. ഇത് നേരത്തെ സീസണിൽ വിരിഞ്ഞു നിന്ന പൂക്കളാണ്. തുടർച്ചയായിട്ടുള്ള മഴ വരുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫംഗൽ ഇൻഫെക്ഷൻ വരാതെ ചെടികളെ സംരക്ഷിക്കുക എന്നത്. അതിനാദ്യം ചെയ്യേണ്ടത് ചെടികളിൽ നമ്മൾ താഴത്തെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെ ഇലകൾ മുറിച്ച് മാറ്റുക എന്നുള്ളത്. കാരണം ഈ ഇലകളാണ് കൂടുതൽ അഴുകി അത് പിന്നെ ഫംഗൽ പ്രോബ്ലത്തിലേക്ക് വരുന്നത്. അപ്പം ആ ഒരു ഇലകളൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരുന്ന കാണാം. പിന്നെ അതുമാത്രമല്ല, നമുക്ക് സാഫ് പോലുള്ള ഫംഗിസൈഡ് ഏത് തന്നെയാണ്, സാഫ് തന്നെ വേണമെന്നില്ല, ഏത് ഫംഗിസൈഡ് ആണെങ്കിലും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഈ മേൽ മണ്ണിലൊന്ന് വെതറി കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം ഫംഗൽ അറ്റാക്ക് തുടർച്ചയായിട്ടുള്ള മഴയിൽ എപ്പിസിയ പോലുള്ള ചെടികൾ പെട്ടെന്ന് തന്നെ ചീത്തയാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും ഷെയ്ഡുള്ള ഭാഗത്തേക്ക് ചെടികളെ ഒന്ന് മാറ്റി സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മഴക്കാലം കഴിഞ്ഞാലും ചെടികളെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. റൂബി ചെടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ചെടികളെ സംരക്ഷിക്കുന്ന പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു മാതൃക തന്നെയാണ് റൂബി. കാരണം ഓരോ ചെടികളെയും സംരക്ഷിക്കുമ്പം അതിന് വേണ്ട പോട്ടിംഗ് മിക്സും അതുപോലെ തന്നെ അതിൻ്റെ കെയറും എങ്ങനെയാണെന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കിയിട്ടാണ് ആ ചെടിയെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, സെക്കുലൻസ് അതുപോലെ കാക്ടസ്, അദീനിയം പോലുള്ള ചെടികൾ നമ്മൾ ഓപ്പൺ ടെറസിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കവറിട്ട് മൂടാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വേഗം അത് ചീത്തയായി പോകുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.